ടൂൾസ് വല്ലതും വേണോ? എന്തിന്? അല്ല, ഒരു ധൈര്യത്തിന്. വെറും കയ്യാ എനിക്കിഷ്ടം. പക്ഷെ ചോര കണ്ടാതെ ആരുടെ ആണെങ്കിലും എന്നെ തല ഇറങ്ങും. വേണോ? അതിന് നീ വരുന്നില്ല. എടാ, നീ ഒറ്റയ്ക്ക് പോണ്ട, പോയാൽ ശരിയാവില്ല. നീ പറയുന്നേക്ക്. തനിച്ച് പോകണ്ട നന്ദ. ഞാൻ അവിടെ ചെന്ന് തല്ലാനും കൊലവിളിക്കാനൊന്നും അല്ല പോകുന്നേ. വേറൊരു രീതിയിലാണ് പ്ലാൻ ചെയ്തിരിക്കുന്നേ. അതിന് തൽക്കാലം ഞാൻ തനിച്ച് മതി. എടാ നന്ദ, എന്നാലും എടാ, നിന്നെ കണ്ട ദേവിയുടെ അച്ഛന് ഭ്രാന്ത് പിടിക്കും. നീ ഗൗരിയെ കല്യാണം കഴിച്ചത് ദേവിയെ ഉപേക്ഷിച്ചിട്ടാണെന്ന അയാളുടെ വിചാരം. വെറുതെ ആ കാര്യം പറഞ്ഞ് സീനാക്കണോ? എടാ, എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞാൻ വിളിക്കാം. നീ എനിക്കൊരു ഉപകാരം ചെയ്യണം. അത് പറയാനാ വന്നേ. എന്താ? മിക്കവാറും ഞാൻ തിരിച്ചു വരുമ്പോ എന്റെ കൂടെ ദേവിയുടെ അമ്മയും ശാരിയും കാണും. അവരെ എവിടെയെങ്കിലും ഒന്ന് താമസിപ്പിക്കണ്ടേ? ഇവിടെ അമ്മ പ്രശ്നമാക്കുമല്ലോ. കുഴപ്പമില്ല, നമുക്ക് പറഞ്ഞ് സെറ്റാക്കാം. അതൊന്നും വേണ്ട. നമ്മൾ അന്നെടുത്ത വീടില്ലേ, അത് ഞാൻ പറഞ്ഞു വെച്ചിട്ടുണ്ട്. നീ ചെന്ന് താക്കോല് വാങ്ങിയിട്ട് അവിടെ അത്യാവശ്യം വേണ്ട കാര്യങ്ങളൊക്കെ ഒന്ന് സംഘടിപ്പിക്കണം. അതൊക്കെ ഞാൻ ഏറ്റു. പിന്നെ കാശിന് എന്തെങ്കിലും അത്യാവശ്യം വന്നാൽ എന്നെ വിളിച്ചാൽ മതി. ഞാൻ ട്രാൻസ്ഫർ ചെയ്തോളാം. ഓക്കെ, ശരി, ഞാൻ വിളിക്കാം. അവിടെ നിനക്ക് കുഴപ്പമൊന്നും ഉണ്ടാവരുത്. നീ പേടിക്കണ്ട, ഞാൻ നോക്കിക്കോളാം. ശരി. നന്ദനെ തനിച്ച് വിടരുതായിരുന്നു മുരളേട്ട. പറഞ്ഞപ്പോ അങ്ങ് സമ്മതിച്ചു കൊടുത്തു. നിർബന്ധിച്ചങ്ങ് കയറി പോണമായിരുന്നു. അവൻ വേറെന്തോ പ്ലാൻ ചെയ്താ നീങ്ങുന്നത്. അതിനിടയിൽ വേറെ ആരും വേണം തോന്നിക്കാണും. നീ ടെൻഷൻ അടിക്കണ്ട. എന്ത് പ്രശ്നം ഉണ്ടായാലും സ്വന്തം തടി കേടാവ് നോക്കാനുള്ള പണിയൊക്കെ അവനറിയാം. കൂട്ടുകാരനാ ഉറപ്പുണ്ടായിരുന്ന മതി. അവന്റെ കൂടെ കേറി പോന്ന് പറയാൻ ഞാൻ ആരാ? നിന്റെ ഗുണ്ടയാ? എന്താ സംശയം? ഞാൻ പറയുന്നവനെ പോയി തല്ലണം, തല തല്ലി പൊളിക്കണം, കൈയും കാലം തല്ലി ഒടിക്കണം. ഈ തടിയും മസിലും ഒക്കെ കണ്ട് പ്രേമിച്ചതും കല്യാണം കഴിച്ചതൊക്കെ പിന്നെ എന്തിനാ? ഞാൻ പറയുന്നതൊക്കെ അതുപോലെ അങ്ങ് ചെയ്തോണം. കേട്ടോടാ, ചോര കണ്ട പേടിക്കുന്ന ഗുണ്ടേ. ഇതെന്താ ബ്രേക്ക്ഫാസ്റ്റ് ഇതുവരെ റെഡി ആയില്ലേ? അതൊക്കെ ആവുമ്പോ അറിയിക്കാം. കൊച്ചപ്പങ്ങ് പോയാട്ടെ. എന്താ വിളിച്ചത്? അത് എന്താ വിളിച്ചതെന്ന്? ഞാൻ വിളിച്ചത് തമാശക്കാ. ഞാൻ എന്തെങ്കിലും തമാശ പറഞ്ഞോ? ഇല്ല. ഇതിനു മുൻപ് പറഞ്ഞിട്ടുണ്ടോ? ഉണ്ടോന്ന്? ഇല്ല, പറഞ്ഞിട്ടില്ല. ഒരുപാടങ്ങ് ഓവർ ആവണ്ട, കേട്ടല്ലോ. ഞാൻ ഇവിടെ തമാശയായിട്ടൊന്നും പറയാറില്ല, ചെയ്യാറുമില്ല. തിരിച്ചു അതുപോലെ മര്യാദയ്ക്ക് പെരുമാറണം. അതല്ലെങ്കിൽ എന്താ ഉണ്ടാവാന്ന് ഞാൻ ഒരിക്കൽ പറഞ്ഞിട്ടുള്ളതാ. അത് ശരിയാ. കാര്യമായിട്ടൊരു കാര്യം വന്ന് ചോദിക്കുമ്പോൾ കളിയാക്കുന്ന പോലെ സംസാരിച്ചാൽ ശരിയായില്ല. നീ ഒരു ക്ഷമ പറഞ്ഞേരെ. ആനയെ പേടിച്ചാ പോരെ? ആനപ്പിണ്ടത്തിനെ പേടിക്കണോ? നീ എന്തായി പറയുന്നേ? ഇത് ആനപ്പിണ്ടാണോ? സാക്ഷാൽ ആന തന്നെയല്ലേ? നീ പേടിക്കണം. എന്നെ നോക്കി കണ്ണുരുട്ടൊന്നും വേണ്ട. ഇത് ചോര ചന്ദ്രത്ത് തന്നെയല്ലേ? നീ അല്ലേ പറഞ്ഞ ഭാർഗവി, ഈ ദേവി കൊച്ച് സാറിന്റെ മോള് തന്നെയാണെന്ന് അല്ലേ? ഒന്ന് നിർത്തുന്നുണ്ടോ? മതി, പറഞ്ഞു പറഞ്ഞേ ഒരുപാട് അങ്ങ് കേറണ്ട. രാവിലെ ഭക്ഷണം കൊടുത്തിട്ട് വേണം മരുന്ന് കൊടുക്കാൻ. അതുകൊണ്ട് ഒറ്റ ദിവസം പോലും തെറ്റാതെ പറഞ്ഞ സമയത്തിന് എനിക്ക് ബ്രേക്ക്ഫാസ്റ്റ് കിട്ടണം. മനസ്സിലായോ? അതിലെന്തെങ്കിലും മാറ്റം വന്നാ എന്റെ വിധം മാറും. പറഞ്ഞില്ലാന്ന് വേണ്ട. ഒരുപാട് വർത്തമാനത്തിന് തമാശയ്ക്ക് നിൽക്കാതെ കൃത്യസമയത്ത് ഭക്ഷണം ഉണ്ടാക്കി തരാൻ അറിയാവുന്ന ഒത്തിരി പേര് പുറത്തുണ്ട്. ഒന്ന് വിളിച്ചാ മതി, അപ്പ ഇങ്ങെത്തും.
ഇവിടെ കിടന്ന് ഒരുപാട് അങ്ങ് തിളച്ചാ എനിക്ക് ആ വഴിക്ക് ചിന്തിക്കേണ്ടി വരും. അയ്യോ, പെട്ടെന്നൊരു റിട്ടയർമെന്റ് ആവശ്യമുണ്ടോന്ന് രണ്ടുപേരും കൂടെ ഒന്ന് ആലോചിച്ച് നോക്ക്. മീനാക്ഷി ഞാൻ പറഞ്ഞത് കേട്ടല്ലോ. ആ കേട്ടു. 5 മിനിറ്റിനുള്ളിൽ ബ്രേക്ക്ഫാസ്റ്റ് റെഡിയായി മുറിയിലെത്തണം. ഇനി എന്നെ ഇങ്ങോട്ട് വരുത്തരുത്, കേട്ടല്ലോ? ആ അവിടെ എത്തിച്ചോളാം. എന്തോ ഒരു ആലോചന. ഇതൊക്കെ ആന്റിയോട് പൊലിപ്പിച്ച് പറഞ്ഞ് എന്നെ അങ്ങ് ശരിപ്പെടുത്തി കളയാന്നല്ലേ ചിന്തിച്ചത്? ഏയ് അല്ല,